സിനിമ ഒരു ബിസിനസ്സാണ്. അവിടെ റിസ്ക് എടുക്കുന്നവനാണ് യഥാർത്ഥ വിജയ്. ഇന്ത്യൻ സിനിമയിലെ സ്റ്റൈലിഷ് സ്റ്റാർ അല്ലു അർജുൻ പുഷ്പ എന്ന ചിത്രത്തിലൂടെ തെളിയിച്ചത് മറ്റൊന്നുമല്ല, മുൻകൂട്ടി പ്രതിഫലം വാങ്ങുന്ന പതിവ് ശൈലി വിട്ട് സിനിമയുടെ ലാഭത്തിൽ പങ്കാളിയായി അല്ലു അർജുൻ നേടിയത് കോടികളാണ്. പുഷ്പ ഫ്രാഞ്ചൈസിയിൽ നിന്ന് അദ്ദേഹം സ്വന്തമാക്കിയ വരുമാനത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് സിനിമാ ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. 2 പതിറ്റാണ്ടിലേറെയായി തെലുങ്ക് സിനിമയിൽ തന്റേതായ ഇടം കണ്ടെത്തിയ താരമാണ് അല്ലു അർജുൻ. എന്നാൽ സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ ദി റൈസ് എന്ന ചിത്രം അദ്ദേഹത്തിന്റെ കരിയറിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി. അതുവരെ ദക്ഷിണേന്ത്യയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു താരപദവിയിൽ നിന്ന് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ പോലും തരംഗമാകുന്ന പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറായി അല്ലു അർജുൻ മാറി. അദ്ദേഹത്തിന്റെ ഡയലോഗും പ്രത്യേക നടത്തവും ആഗോളതലത്തിൽ ട്രെൻഡായി. എന്നാൽ ഈ വിജയത്തിന് പിന്നിൽ അല്ലു അർജുൻ എന്ന നടന്റെ ഒരു വലിയ സാമ്പത്തിക പരീക്ഷണം ഉണ്ടായിരുന്നു. വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന പാൻ ഇന്ത്യൻ സിനിമകൾക്ക് സാധാരണ സൂപ്പർ താരങ്ങൾ വാങ്ങാറുള്ള അഡ്വാൻസ് പ്രതിഫലം ഉപേക്ഷിച്ചാണ് അല്ലു ഈ പ്രൊജക്ടിൽ കൈകോർത്തത്. തമിഴ് നിർമ്മാതാവ് ജി ധനഞ്ജയൻ അടുത്തിടെ നടത്തിയ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയ കണക്കുകൾ പ്രകാരം അല്ലു അർജുൻ പുഷ്പ ഫ്രാഞ്ചൈസിക്കായി കരാറിൽ ഏർപ്പെട്ടത് വിചിത്രമായ ഒന്നിലായിരുന്നു. ചിത്രം നേടുന്ന ഓരോ രൂപയിൽ നിന്നും 30 പൈസ അല്ലു അർജുന് ലഭിക്കും. അതായത് സിനിമയുടെ ആകെ ലാഭത്തിന്റെ ഏകദേശം 30% താരം സ്വന്തമാക്കുന്നു എന്നർത്ഥം. ഷാറുഖ് ഖാൻ ഉൾപ്പെടെയുള്ള ബോളിവുഡ് താരങ്ങൾ പരീക്ഷിക്കുന്ന ഈ രീതി നിർമ്മാതാക്കൾക്കും വലിയൊരു ആശ്വാസമാണ്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കോടികൾ പ്രതിഫലമായി നൽകേണ്ടതില്ല എന്നതും സിനിമ പരാജയപ്പെട്ടാൽ നിർമ്മാതാവിന്റെ നഷ്ടം കുറയ്ക്കുക എന്നതുമാണ് ഇതിന്റെ പ്രത്യേകത. എന്നാൽ സിനിമ സൂപ്പർ ഹിറ്റ് ആയാലോ? താരം നേടുന്ന തുക ആരെയും അമ്പരപ്പിക്കുന്നതായിരിക്കും. പുഷ്പ ഫ്രാഞ്ചൈസി ആകെ നേടിയ കളക്ഷൻ പരിശോധിച്ചാൽ അല്ലു അർജുന്റെ വരുമാനത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാം. അല്ലു അർജുൻ എന്ന താരത്തിന്റെ പാൻ ഇന്ത്യൻ വളർച്ചയ്ക്ക് അടിത്തറയിട്ട പുഷ്പ ഫ്രാഞ്ചൈസി ബോക്സ് ഓഫീസിൽ സൃഷ്ടിച്ചത് സമാനതകളില്ലാത്ത മുന്നേറ്റമാണ്. ഫ്രാഞ്ചൈസിയിലെ ആദ്യ ചിത്രമായ പുഷ്പ ദി റൈസ് ഇന്ത്യയിൽ നിന്ന് 265.55 കോടി രൂപ നെറ്റ് കളക്ഷനും വിദേശ വിപണിയിൽ നിന്ന് 36.3 കോടി രൂപ ഗ്രോസും സ്വന്തമാക്കി. ആഗോളതലത്തിൽ ആകെ 382 കോടി രൂപയാണ് വാരിക്കൂട്ടിയത്. എന്നാൽ രണ്ടാം ഭാഗമായ പുഷ്പ 2 ദി റൂൾ ചരിത്രപരമായ കുതിപ്പാണ് നടത്തിയത്. ഇന്ത്യയിൽ നിന്ന് മാത്രം 1265.97 കോടി രൂപ നെറ്റ് കളക്ഷൻ നേടിയ ചിത്രം വിദേശത്തു നിന്ന് 292 കോടി രൂപ ഗ്രോസും കരസ്ഥമാക്കി. ഇതിലൂടെ രണ്ടാം ഭാഗത്തിന്റെ ആകെ ആഗോള കളക്ഷൻ 1727.23 കോടി രൂപയായി ഉയർന്നു. 2 ചിത്രങ്ങളും കൂടി ചേർന്ന് പുഷ്പ ഫ്രാഞ്ചൈസി ആകെ നേടിയ ഏകദേശം 20,079.23 കോടി രൂപ എന്ന ഭീമമായ തുകയെ അടിസ്ഥാനമാക്കിയാണ് അല്ലു അർജുന്റെ ലാഭവിഹിതം കണക്കാക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം 30% ലാഭവിഹിതം എന്ന കരാറിലൂടെ 2 ചിത്രങ്ങളിൽ നിന്നുമായി അല്ലു അർജുന് ലഭിച്ചത് ഏകദേശം 623.76 കോടി രൂപയാണ്. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഒരു നടൻ ഒരു ഫ്രാഞ്ചൈസിയിൽ നിന്ന് നേടുന്ന ഏറ്റവും ഉയർന്ന തുകകളിൽ ഒന്നാണിത്. പ്രതിഫലം എന്നതിലുപരി സിനിമയുടെ വിജയത്തിൽ താരം പുലർത്തിയ ആത്മവിശ്വാസമാണ് ഇത്രയും വലിയ തുക അദ്ദേഹത്തിലേക്ക് എത്തിച്ചത്. ഇന്ന് ഇന്ത്യൻ സിനിമയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഷാറുഖ് ഖാന്റെ പഠാൻ, ജവാൻ എന്നീ ചിത്രങ്ങളും സമാനമായ ബിസിനസ് മോഡലിലാണ് പ്രവർത്തിച്ചത്. സൂപ്പർ താരങ്ങൾ ലാഭവിഹിതം ആവശ്യപ്പെടുന്നതോടെ സിനിമയുടെ നിർമ്മാണ ബജറ്റിൽ വലിയൊരു ഭാഗം സാങ്കേതിക തികവിനായി ഉപയോഗിക്കാൻ നിർമ്മാതാക്കൾക്ക് സാധിക്കുന്നു. ഇത് ചിത്രത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുകയും ഒടുവിൽ തിയേറ്ററിൽ നിന്ന് വലിയ ലാഭം കൊയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. അല്ലു അർജുന്റെ ഈ നീക്കം വരും തലമുറയിലെ നടന്മാർക്കും നിർമ്മാതാക്കൾക്കും ഒരു പാഠപുസ്തകമാണ്. കഠിനാധ്വാനവും അഭിനയ മികവും മാത്രമല്ല, ബിസിനസ്സിലുള്ള കൃത്യമായ ധാരണയും ഒരു നടനെ സൂപ്പർ സ്റ്റാറിൽ നിന്ന് ലെജൻഡറി പദവിയിലേക്ക് എത്തിക്കും. പുഷ്പരാജ് വെറും ചന്ദനക്കടത്തുകാരനായ പുഷ്പരാജ് അല്ല, ഇന്ത്യൻ ബോക്സ് ഓഫീസിനെ വിറപ്പിക്കുന്ന കോടീശ്വരൻ കൂടിയാണെന്ന് ഈ കണക്കുകൾ തെളിയിക്കുന്നു.